സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിൽ തീവ്രവാദി, വർഗീയവാദി, മതരാഷ്ട്രവാദി തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ അതിൻ്റെ തെളിവ് ചോദിക്കാറുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന ഒരാളും ഇന്നുവരെ അങ്ങനെ ഒരു തെളിവ് നൽകിയതായി എൻ്റെ ഓർമ്മയിലോ അറിവിലോ ഇല്ല. ആദ്യമായി ഒരു വ്യക്തി അങ്ങനെ ഒരു തെളിവുമായി വന്നിട്ടുണ്ട്, മിസ്റ്റർ നാസർ കോളായി. അദ്ദേഹം നൽകിയ തെളിവുകൾ പരിശോധിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിലായി കൊടുത്തിട്ടുള്ളത്. CPM അദ്ദേഹത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം നൽകുന്ന തെളിവുകൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിഷ്പക്ഷമതികളായ ഓരോരുത്തർക്കും ബോധ്യമാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ആദ്യം നമുക്ക് ആ വീഡിയോയിലോട്ട് കടക്കാം. ആ വീഡിയോയിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെയുള്ള തെളിവുകൾക്ക് പുറമെ മറ്റു ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. നമുക്കാദ്യം ആ വീഡിയോ ഒന്ന് കാണാം. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തുടരേണ്ടത് പോരാട്ടമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ചെഗുവേരയും ഫിഡൽ കാസ്ട്രോ ഒക്കെയാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും പോരാട്ടം തുടരുക തന്നെ ചെയ്യും. മിസ്റ്റർ നാസർ, താങ്കളും അതുപോലുള്ളവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയും പറയുന്നത് ജനാധിപത്യത്തെക്കുറിച്ചോ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ അല്ല, സായുധ കലാപത്തെക്കുറിച്ചും അട്ടിമറിയെക്കുറിച്ചും തോക്കിൻകുഴലിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ്. താങ്കൾ അതിനെ ജനാധിപത്യവും തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഫിഡൽ കാസ്ട്രോ അത്തരമൊരു കലാപത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ആളാണ്. മറ്റൊരു കലാപത്തിന് ശ്രമിക്കുമ്പോൾ കൊല്ലപ്പെട്ടയാളാണ് ചെഗ്വേര. കമ്മ്യൂണിസം ആധിപത്യം സ്ഥാപിച്ച ഒരു നാട്ടിലും പിന്നീട് ജനാധിപത്യമോ തെരഞ്ഞെടുപ്പോ ഉണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ പോലും സ്വാതന്ത്ര്യം കിട്ടിയ തൊട്ടടുത്ത വർഷം കമ്മ്യൂണിസ്റ്റുകാർ ഒത്തുകൂടി സായുധ കലാപത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. താങ്കൾക്ക് അത് അറിയില്ലായിരിക്കും, കൽക്കട്ട തീസിസ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ പരിപാടി ശരീരത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കി അത് ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ അത് ഉപേക്ഷിക്കാതെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ നക്സലൈറ്റുകളും പിന്നെ മാവോയിസ്റ്റുകളുമായി മാറി. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന CPM-ഉം അതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിനു വേണ്ടി കമ്മ്യൂണിസത്തിൽ വെള്ളം ചേർക്കുകയും അടവ് നയം സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലും ജനാധിപത്യ പ്രക്രിയയിലും പങ്കെടുക്കുകയും അധികാരം ആസ്വദിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് താങ്കൾ പോരാട്ടം എന്ന് പറയുമ്പോൾ അത് സായുധ പോരാട്ടമാണ്. അതിനെക്കുറിച്ചാണ് ചെഗ്വേരയും ഫിഡൽ കാസ്ട്രോയും പറഞ്ഞത്. താങ്കൾ അതിനെ കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വർഗീയ വിഷം വമിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളുടെ പേര് C. ദാവൂദ് എന്ന. ചാനൽ മുറിയിലിരുന്ന് രാത്രി മുസ്ലിം മനസ്സുകളിൽ ഇയാളിടുന്ന വർഗീയ ബോംബുകളെ കുറിച്ച് ഏറെ പറയാൻ. C. ദാവൂദ് വർഗീയത ഉണ്ടാക്കുന്നു, വർഗീയ പരാമർശം നടത്തുന്നു എന്നത് താങ്കൾ ഉൾപ്പെടെയുള്ള CPM-കാരുടെ വ്യാജമായ ആരോപണം ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ടറിയാം. കാരണം അതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇവിടെ ഭരണവും ആഭ്യന്തര വകുപ്പും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് കേസെടുക്കാൻ കഴിയും, C. ദാവൂദിനെ ജയിലിലടയ്ക്കാൻ കഴിയും. ഒരു പാട്ട് എഴുതിയതിന് കേസെടുക്കാൻ ഒരുങ്ങി ഇറങ്ങിയ ആളുകളാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ ശത്രുവായി കാണുന്ന C. ദാവൂദ് വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ തീർച്ചയായും നിയമ നടപടി അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. നിങ്ങളത് ചെയ്യുമായിരുന്നു. നിങ്ങളത് ചെയ്യാതെ പകരം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് C. ദാവൂദിനെതിരെ വർഗീയത ആരോപിക്കുന്നത്, അദ്ദേഹം വർഗീയമായി ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മറ്റാരെക്കാളും കൂടുതൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പുള്ളത് കൊണ്ടാണ്. ഞാനിപ്പോ തൽക്കാലം അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഈ ദാവൂദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ദാവൂദ് ഇത് കേൾക്കണം. ദാവൂദ് എന്താ പറഞ്ഞത്? പഹൽഗാമിലെ സ്ഫോടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തീവ്രവാദികളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ സെട്ടിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട് എന്നാണ് ദാവൂദ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദാവൂദ് പറഞ്ഞു കേട്ട ചില മനസ്സുകളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ വെറുതെ പറയണം ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദി ഗ്രൂപ്പുകളായിട്ട് ബന്ധമുണ്ട് എന്നതിന് എന്ത് തെളിവാണ് എന്നൊക്കെ ചോദിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതാണ് CPIM. ഞാൻ CPM-ന്റെ ഒരു മെമ്പറാണ്, ഏരിയ കമ്മിറ്റി അംഗവുമാണ്. എന്നെ തോൽപ്പിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരാളാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മറ്റൊരു പാർട്ടിയാണ്, എനിക്കെതിരെ നിന്ന പാർട്ടിയിൽ നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുപോലെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നിരവധി പാർട്ടികളുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് കേൾവിക്കാർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും.
എല്ലാ പാർട്ടിയും ഇന്ത്യയിൽ ദേശീയ തലത്തിലുള്ള എല്ലാ പാർട്ടികളും ഒന്നുകിൽ ഇന്ത്യ എന്നോ അല്ലെങ്കിൽ ഭാരതമെന്നോ. മിസ്റ്റർ നാസറിന്റെ ഒരു പരാതി, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ പേരിൽ ഇന്ത്യ ഉണ്ട്, പക്ഷെ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഇന്ത്യയില്ല എന്നാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പരാതി. നാസർ, താങ്കൾ ജമാഅത്തെ ഇസ്ലാമി പോലൊരു പ്രസ്ഥാനത്തെ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ പ്രസ്ഥാനത്തിൻ്റെ പേരെങ്കിലും നിങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു അബദ്ധത്തിൽ താങ്കൾ നിന്നും ചാടില്ലായിരുന്നു. JIH, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അഥവാ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ആ സംഘടനയുടെ പേര്. ആ പേരിൽ ഇന്ത്യ ഉണ്ട് എന്ന് താങ്കൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ ഇന്ത്യ ഇല്ല എന്ന താങ്കളുടെ വിഷമം മാറിക്കാണും എന്ന് ഞാൻ കരുതുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം, ഈ പ്രബോധനം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ 50-ാം വാർഷിക പതിപ്പ്. ഈ 50-ാം വാർഷിക പതിപ്പിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം ഇതാണ്: കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. അതെന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി അല്ലേ കാശ്മീരിൽ? ജമാഅത്തെ ഇസ്ലാമിക്കാരനോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണോ? നിങ്ങളെ ഉത്തരം പറ. ദാവൂദ് പറ. ദാവൂദ് എന്നും രാത്രിയിൽ വിഷം തുപ്പുന്നുണ്ടല്ലോ. ആ തുപ്പുന്ന ചാനലിന്റെ കസേരയിൽ നിന്ന് ദാവൂദ് പറ, ഈ കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണോ അല്ലേ? അതിൽ ഉത്തരം പറയുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ നയം എന്താണ്. ഇന്ത്യ ദാവൂദ് പറയുന്നില്ല മിസ്റ്റർ നാസർ. തൽക്കാലം ഞാൻ പറയാം. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമെന്നാണ് എല്ലാ ഇന്ത്യക്കാരുടെയും വിശ്വാസം. അതാണ് അവകാശവാദം, അതാണ് സത്യം. ആ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും സംശയമുള്ളതായി ഒരിക്കലും എവിടെയും താങ്കൾക്ക് കാണാൻ കഴിയില്ല. അത് പറയാൻ ദാവൂദിൻ്റെ ആവശ്യമില്ല. താങ്കളുടെ തന്നെ നാട്ടിലുള്ള ഏതെങ്കിലും സാധാരണക്കാരനായ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനോട് ചോദിച്ചാൽ താങ്കൾക്ക് അദ്ദേഹം നല്ല വെടിപ്പായി അത് പറഞ്ഞു തരും. കുറിച്ച് എന്നുള്ളത് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇനി അടുത്തത്, ഇതേ പ്രബോധനത്തിന്റെ ലേഖനത്തിൽ വന്ന വരികളാണ് ഞാൻ ഈ വായിക്കുന്നത്. ചിലപ്പോൾ ഇത് എന്നെ കാണുന്നവർക്ക് വ്യക്തമായി വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ ഞാൻ ഈ പറയുന്ന ഈ സാധനം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ഉള്ളതാണോ അല്ലേ എന്ന് ദാവൂദ് പറ. അല്ലെങ്കിൽ ആണായി പറഞ്ഞവരാണെങ്കിൽ ദാവൂദ് തെളിയിക്ക്. ഞാൻ പറയുന്നത് കള്ളാണ്, ഇത് പ്രബോധനത്തിൽ ഉള്ളത് അല്ല എന്ന് ദാവൂദ് തെളിയിക്ക്. അതും വെല്ലുവിളിയാണ്. എന്താ ഇതിൽ പറഞ്ഞത്? അതിൽ കിടക്കണം. അവർ പറയാണ്, തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. തായ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളൊന്നായ ഇസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. ഇതിനു പുറമെ അള്ളാ ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാഅത്ത് നേതൃത്വം നൽകിയിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. മനസ്സിലായി? തീവ്രവാദി ഗ്രൂപ്പ് എന്ന് നാസർ കൊളായി പറയല്ല, ദേശാഭിമാനിലെ വരിയല്ല, പ്രബോധനത്തിലെ വരിയാണ്. വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. ദാവൂദേ, പഹൽഗാം ഇന്ത്യക്കകത്തല്ലേ? ആ പഹൽഗാമിലല്ലേ 10-31 ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നത്? അതില് ഈ ടൂറിസ്റ്റുകളെ ജീവൻ രക്ഷിക്കുന്നതിൽ മരിച്ചു വീണ മുസ്ലിമായ 2 പേരില്ലേ? കാശ്മീരികളായ 2 പേരില്ലേ? നീ പറ ഇല്ലേ? അപ്പൊ ഈ പഹൽഗാം ആക്രമണം നടത്തിയത് ആരാണ്? തീവ്രവാദി ഗ്രൂപ്പുകളല്ലേ? ഹിസ്ബുൽ മുജാഹിദിന് പങ്കില്ലേ ആ തീവ്രവാദി ആക്രമണത്തിൽ? മാത്രമല്ല, കാശ്മീരിലെ എല്ലാ തീവ്രവാദി പ്രവർത്തനങ്ങളും വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക്. നിങ്ങൾ ഇവിടെയാണ് നമ്മൾ നാസറിന്റെ തെളിവ് എന്ന് പറയുന്ന പ്രധാന ടോപ്പിക്കിലോട്ട് വരുന്നത്. പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പിലാണ് നാസർ കൊളായി പറഞ്ഞ ഈ ആർട്ടിക്കിൾ വന്നത്. പ്രബോധനം തുടങ്ങുന്നത് 1948-ലാണ്. 50-ാം വാർഷിക പതിപ്പ് എന്ന് പറയുമ്പോൾ 98-ആയി. ഇപ്പോൾ 27 വർഷമായി. ആ ലേഖനത്തിൽ പറയുന്നത് കാശ്മീരിലെ വിവിധ തീവ്രവാദി സംഘങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്നു. തീവ്രവാദ പ്രവർത്തനം അവിടെ വ്യാപകമായി ശക്തിപ്പെട്ടതിന് ശേഷം കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം അവിടെ വർദ്ധിക്കുന്നു തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് പറയുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാസർ കൊളായി ദാവൂദിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും ചോദ്യം ചോദിക്കുന്നത്. ഇത് നിങ്ങളുടെ തീവ്രവാദത്തിന് തെളിവല്ലേ എന്നാണ്. ഈ ലേഖനം വന്നിട്ട് 27 വർഷമായിരിക്കുന്നു. അതിനുശേഷം 12 വർഷത്തോളം ഈ രാജ്യത്ത് BJP ഭരണമായിരുന്നു. 15 വർഷത്തോളം കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു. നാസർ പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അത് ആ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രത്തിലൂടെ ഒരു അവകാശവാദമായി ഉന്നയിക്കുകയും ചെയ്തിട്ടും അങ്ങനെ ചെയ്യാനുള്ള മണ്ടത്തരം അവർ കാണിക്കുന്നു. അതിനുശേഷം അത് കാണിച്ചിട്ടും രാജ്യത്തെ ഭരണകൂടങ്ങൾ അത് പരിശോധിക്കുകയോ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നാണ്
നാസർ പറയുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാസർ പറയുന്നത് അദ്ദേഹം CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് എന്നാണ്. CPM ഏരിയ കമ്മിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കരുതിയിരുന്നത് കുറച്ചെങ്കിലും ചിന്താശക്തിയുള്ള, കുറച്ച് പക്വതയും ബുദ്ധിയുമൊക്കെ ഉള്ള ആളുകളാണ് അതിൽ ഉണ്ടാവുക എന്നാണ്. നാസർ ഇത്രയും അപക്വമായി ചിന്തിക്കുന്ന, വളരെ ബാലിശമായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി CPMൻ്റെ മെമ്പറും അതിലുപരി ഏരിയ കമ്മിറ്റി പോലുള്ള ഒരു സംവിധാനത്തിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഏരിയ കമ്മിറ്റി എന്താണ് എന്ന്, അതിൻ്റെ ചെമ്പ് പുറത്തായി അതെന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിനാണ് നാസർ കോളായിക്കെതിരെ CPM മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു സംഘടന തീവ്രവാദി സംഘങ്ങളെ ഏകോപിപ്പിക്കുകയും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അത് ഒരു അവകാശവാദമായി, ഒരു തെളിവായി ലഭിക്കും വിധം ലേഖനം എഴുതുമോ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി മിസ്റ്റർ നാസറിന് ഇല്ലാതെ പോയി എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. മിസ്റ്റർ നാസർ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. പ്രബോധനത്തിലെ ലേഖനത്തിൽ പറയുന്നത് പോലെ അവിടെ തീവ്രവാദികളെ ഏകോപിപ്പിക്കുന്നതിലും ആക്രമണം നടത്തുന്നതിലുമൊക്കെ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഒരു തീവ്രവാദ പിൻബലമുള്ള, തീവ്രവാദ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സംഘടനയാണ് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളിൽ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ റോളിനെ കുറിച്ചാണ് ആ ലേഖനത്തിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ JIH അഥവാ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദാണ് താങ്കൾ കേരളത്തിൽ ആക്രമിക്കാൻ ഉദ്ദേശിച്ച സംഘടന. അതല്ല ആ ലേഖനത്തിൽ പറയുന്ന കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ ആവില്ല എന്നത് വളരെ സാമാന്യമായ ഒരു ബോധ്യം മാത്രമാണ്. അത് CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായ താങ്കൾക്ക് ഇല്ലാതെ പോയത്, അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. താങ്കൾ CPMൻ്റെ ഏരിയ കമ്മിറ്റി പോലുള്ള ഒരു സംവിധാനത്തെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് താങ്കളോട് പറയാനുള്ളത്.